ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. വന്ദേഹം സച്ചിദാനന്ദം ഭാവാതീതം ജഗദ്ഗുരും നിത്യം പൂർണ്ണം നിരാകാരം നിർഗുണം സ്വാത്മസംസ്ഥിതം. അംബാമംബുജസംസ്ഥിതാം ധൃതശുഗാം പീയൂഷഹസ്തോജ്വലം ആപീനസ്തനഭാരമണ്ഡിതതനും ചിന്മുദ്രയാ ജ്ഞാനദം ശ്രീനാരായണദേവവന്ദിതപദാം ക്ഷൗമാംബരാം ഭാരതിം ധ്യായേധ്യാനവിദാതൃപുസ്തകലസത്പാണീം ശിവാം ശാരദാം. അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപമായ ശ്രീനാരായണ പരമഹംസദേവന്റെ പാദാരവിന്ദങ്ങളിൽ നിറഞ്ഞ പ്രണാമം. ജ്ഞാനസ്വരൂപിണിയായ ശാരദാംബയുടെ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. ആചാര്യപാദങ്ങളിൽ വന്ദനം. സുഹൃതികളും ജിജ്ഞാസുക്കളും സ്നേഹനിധികളുമായ ശ്രീഗുരുവും ശ്രീ ശാരദയും കൂട്ടായ്മയിലെ എല്ലാ ആത്മസഹോദരങ്ങൾക്കും വിനീത നമസ്കാരം. നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ശ്രീനാരായണ മാമുനിയാൽ വിരചിതമായ ജനനീ നവരത്നമഞ്ജരിയിലൂടെയുള്ള തീർത്ഥയാത്ര നവരാത്രിയുടെ രണ്ടാം ദിനമായ ഇന്ന് രണ്ടാമത്തെ മന്ത്രത്തിലേക്ക് കടക്കുന്നു. ജനനിക്കായി സമർപ്പിക്കുന്ന 9 രത്നങ്ങളുടെ പൂങ്കുല എന്നാണ് ജനനീ നവരത്നമഞ്ജരി എന്ന വാക്കിൻ്റെ അർത്ഥം. മുത്ത്, മാണിക്യം, മരതകം, വൈഡൂര്യം, ഗോമേതകം, വൈരം, പത്മരാഗം, പവിഴം, ഇന്ദ്രനീലം എന്നിവയാണ് നവരത്നങ്ങൾ. ഓരോ രത്നത്തിനും അതിൻ്റേതായ തിളക്കവും അമൂല്യതയുമുണ്ട്. അതുപോലെ ഈ സ്തോത്രത്തിലെ ഓരോ പദ്യവും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കാവുന്ന അമൂല്യ രത്നക്കല്ലുകളാണ് എന്നർത്ഥം. രത്നമഞ്ജരി ജനനിക്കുള്ള കാണിക്കയാണ്. ജനനി എന്ന പദം തന്നെ അമ്മ എന്ന അർത്ഥത്തിൽ ഗുരു ഉപയോഗിച്ചിരിക്കുന്നു. ജനനി എന്നാൽ ജനി പ്രാദുർഭവ എന്നാണ് നിരുക്തി. മുമ്പേ ഉണ്ടായിരുന്ന ഒന്നിനെ ജനിപ്പിക്കുന്നവൾ ആരോ അവൾ ജനനി. അഥവാ മൂടുപടം മാറ്റി സത്യത്തെ കാണിച്ചു തരുന്നവൾ ആരോ അവൾ ജനനി. ലളിതാ സഹസ്രനാമം തുടങ്ങുന്നത് തന്നെ ശ്രീമാത എന്ന വാക്കുകൊണ്ടാണ്. ജനനി, പ്രസവിത്രി, അംബിക എന്നെല്ലാം ലളിതാ പരമേശ്വരിയെ കുറിക്കാൻ അമ്മ എന്ന പര്യായ പദങ്ങൾ ആവർത്തിച്ചു വരുന്നുണ്ട്. പക്ഷേ ജനനി എന്ന പദത്തിൻ്റെ അർത്ഥശേഷി മറ്റ് പദങ്ങൾക്കില്ല. കുഞ്ഞിന് ജന്മം നൽകുന്നവളാണ് ജനനി. പക്ഷേ മുന്നേ ഉണ്ടായിരിക്കുന്നതും ഇപ്പോഴുള്ളതും ഇനി ഉണ്ടാകാനിരിക്കുന്നതുമായ ത്രികാല അതീതമായ ഒന്നാണ് ആത്മാവ്. പണ്ടേ ഉള്ള അതിന് സ്ഥിതി ചെയ്യാനൊരു കൂടിനെ, പിണ്ടത്തെ നൽകുക മാത്രമാണ് ജനനിക്ക് കരണീയമായിട്ടുള്ളത്. ആ പിണ്ടത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ചൈതന്യം ഇവിടെ പണ്ടേ ഉള്ളത് തന്നെയാണ് എന്നർത്ഥം. എത്ര പിണ്ടങ്ങൾ ജനിച്ച് പരിണമിച്ച് നശിച്ചു പോയാലും ചൈതന്യത്തിന് യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. തിരമാലകൾ എത്ര തന്നെ ഉയർന്നമർന്നാലും മാറ്റം വരാത്ത കടല് പോലെ അത്യപൂർവമായ ഒരു ദേവതാ സങ്കല്പമാണ് ശാരദ.
ശാരം ദദാതി ഇതി ശാരദ. ശാരം എന്നാൽ ജ്ഞാനം, ജ്ഞാനം നൽകുന്നവൾ എന്നർത്ഥം. ലക്ഷ്മി, സരസ്വതി, കാളി എന്നീ ദേവീ സങ്കല്പങ്ങളും മറ്റ് അർച്ച അവതാര ദേവീ സങ്കല്പങ്ങളുമാണ് സർവ്വസാധാരണമായി കണ്ടുവരുന്നത്. ബ്രഹ്മശക്തി പ്രകൃതിയുടെ 3 ഭാവങ്ങളായി മഹാലക്ഷ്മി സാത്വികം, സരസ്വതി രാജസം, മഹാകാളി താമസം എന്നീ ദേവതകളായി ആരാധിക്കപ്പെട്ടു വരുന്നു. ഓരോ പ്രദേശത്തിൻ്റെയും മാതൃദേവതയായി അമ്മ എന്ന പേരിനാൽ തന്നെ ആരാധിക്കപ്പെട്ടു പോരുന്നവരാണ് അർച്ചാവതാരങ്ങൾ. ശാരദ എന്ന പേരിലുള്ള ദേവതാ സങ്കല്പം അധികം കാണാറില്ല. ശക്തിയുടെ 3 ഭാവങ്ങളായ ലക്ഷ്മിയും സരസ്വതിയും കാളിയും ചേർന്ന ഗുരുസ്വരൂപിണിയാണ് ശാരദ. ഗുരു തന്നെയായ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരും ഈ ദേവതയോടുകൂടി ചേർന്നിരിക്കുന്നു എന്നാണ് സങ്കല്പം. അതിനാൽ ശാരദാപ്രതിഷ്ഠ ഉള്ളിടത്ത് മറ്റു മൂർത്തികളുടെ പ്രതിഷ്ഠ ആവശ്യമില്ല പോലും. ബ്രഹ്മത്തിനോട് അഥവാ ശക്തനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ദേവിയാണ് ശാരദ. ലളിത, രാജരാജേശ്വരി ശാരദയ്ക്ക് തുല്യമാണ്. ചിദാനന്ദ ലഹരി എന്ന് ശങ്കരാചാര്യർ സംബോധന ചെയ്യുന്നത് ഈ ദേവീ സങ്കല്പത്തെയാണ്. ചിത്ത് എന്ന ജ്ഞാനഭാവത്തിനാണ് ശാരദയിൽ പ്രാധാന്യമെങ്കിൽ ആനന്ദം എന്ന ഭാവത്തിനാണ് ലളിത രാജരാജേശ്വരിയിൽ പ്രാധാന്യം. ശാരദാംബയെ സ്തുതിച്ചുകൊണ്ടുള്ള 2ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്കിന്ന് കടക്കാം. ഇല്ലാതമായയിടും ഉല്ലാസമൊന്നും അറിവല്ലാതെയില്ല, അനിലനും കല്ലാഴിയും കനലുമല്ലാതെ ശൂന്യമതും എല്ലാം ഒരാദിയറിവാം. തല്ലാഘവം പറകിലില്ല ആരണം ക്രിയകൾ മല്ലാടുകില്ല മതി, ഈ സദ്ലാഭമൊന്നു മതി എല്ലാവരും തിരയും ഉല്ലാഘബോധ ജനനീ. 2ാമത്തെ മന്ത്രത്തില് ഗുരു ജനനിയെ വിശേഷിപ്പിക്കുന്നത് ഉല്ലാഘ ബോധജനനി എന്നാണ്. രോഗമേതുമില്ലാതെ ദോഷരഹിതമായ ബോധസ്വരൂപിണിയായ അമ്മ. ഉല്ലാഘം പാപത്തെ നശിപ്പിക്കുന്നത്, അജ്ഞതയെ ഇല്ലാതാക്കുന്ന ബോധസ്വരൂപിണി. ഗുരുവിനെ സംബന്ധിച്ച് പാപമെന്നാൽ അജ്ഞതയാണ്. നാം സകല തെറ്റുകളും ചെയ്യാനിടയാകുന്നത് അജ്ഞത മൂലമാണ്. ബോധമെന്നാൽ ജ്ഞാനം, അജ്ഞതയെ ഇല്ലാതാക്കുന്ന ബോധസ്വരൂപിണി എന്നാണ് ഈ സംബോധനയുടെ അർത്ഥം. 1ാമത്തെ ശ്ലോകത്തിൽ ഗുരു ജനനിയെ ഒന്നായ മാമതി എന്ന് വിശേഷിപ്പിച്ചു. 2ാമത്തെ മന്ത്രത്തിലേക്ക് വന്നപ്പോൾ ഉല്ലാഘബോധ ജനനി എന്ന് വിശേഷിപ്പിക്കുന്നു. അറിവിൻ്റെ അന്തമാണ് വേദാന്തം. വേദാന്തത്തിൽ ജ്ഞാനത്തിനാണ് സ്ഥാനം. ജ്ഞാനസ്വരൂപിണിയായി അമ്മയെ കാണുന്നത് ഔപനിഷിതമായ വീക്ഷണമാണ്. എല്ലാവരും തിരയുന്നത് സത്യത്തിൽ ആ ആനന്ദസ്വരൂപമായ ജ്ഞാനത്തെയാണ്. അതറിയാത്തത് കൊണ്ടാണ് 1ാം ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അടലാം കടലിൽ ഒന്നായി വീണ് വഴിതെറ്റി അലയുന്നത്. അതിന് സത്തായ ഒന്ന് ലഭിക്കണം. ആ സല്ലാപം ഒന്ന് മാത്രമാണ് ഗുരു ഉല്ലാഘ ബോധജനനിയോട് ആവശ്യപ്പെടുന്നത്. അത് മറ്റെല്ലാ ലാഭങ്ങളും ആത്മജ്ഞാനമാകുന്ന ലാഭത്തിന് മുന്നിൽ നിസ്സാരമാണ്. അത് നാം അറിയാതിരിക്കാൻ കാരണം ഒരു തെറ്റിദ്ധാരണയാണ്. ഈ പ്രപഞ്ച ദൃശ്യങ്ങളെല്ലാം നിത്യമാണെന്നും അത് അനുഭവിക്കുന്ന ശരീരവും പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും സത്യമാണെന്നും നാം എണ്ണുന്നു. ആ ധാരണ തിരുത്തുകയാണ്
ഗുരു രണ്ടാം പദ്യത്തിലൂടെ ചെയ്യുന്നു. മായയിടുന്ന ഉല്ലാസങ്ങളെല്ലാം അറിവ് മാത്രമാണ് എന്ന് ഗുരു അസന്ദിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. ഇല്ലാത എന്നത് മായയുടെ വിശേഷണമല്ല. ഇല്ലാത മായയിടും. പരമാർത്ഥത്തിൽ ഉണ്മയില്ലാത്ത മായ കാരണമുണ്ടെന്ന് തോന്നുന്നതായ, കാരണം മായ ഇല്ലാത്തതല്ല, ബ്രഹ്മം പോലെ സത്യമാണ്. ബ്രഹ്മശക്തിയായ മായ, ശക്തനിലെ ശക്തിയും അസത്യമല്ല. പക്ഷേ മായ ഉണർത്തി കാണിക്കുന്ന പ്രപഞ്ച ദൃശ്യങ്ങളൊന്നും സത്യമല്ല. ത്രികാലങ്ങളിലും ഒരുപോലെ നിൽക്കുന്നതാണ് സത്യം. ഈ പ്രപഞ്ചത്തിൽ നാം കാണുന്നതും അനുഭവിക്കുന്നതുമായ സകലതും ഉണ്ടാവുന്നതും നിലനിൽക്കുന്നതും പരിണമിക്കുന്നതും ജീർണിക്കുന്നതും നശിക്കുന്നതുമാണ്. അഖണ്ഡ ബ്രഹ്മത്തിൽ മായ സ്പന്ദിച്ചുയരുന്നതോടെ അതിൻ്റെ ജ്ഞാനസ്വരൂപം മറയ്ക്കപ്പെടുന്നു. അതിനെ ആവരണം ചെയ്ത ശേഷം മായ നാനാരൂപങ്ങളോടെ അതിനെ പലതായി വിക്ഷേപിക്കുന്നു. ഈ വിക്ഷേപങ്ങളൊന്നും സത്യമല്ല. അത് നാം അറിയാത്തത് മായ സത്യത്തെ മൂടുന്നത് കൊണ്ടാണ്. ഈശാവാസ്യ ഉപനിഷത്തിൽ പറയുന്നു, ഹിരണ്മയേന പാത്രേണ സത്യസ്യാഭിഹിതം മുഖം. മായയുടെ ഈ ആവരണമിടലിനെയാണ് ഈശോവാസത്തിൽ ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ട് തന്നെ മായയുടെ വിക്ഷേപങ്ങളൊക്കെ ഇല്ലാത്തതാണ്. പരമാർത്ഥത്തിൽ പ്രപഞ്ച ദൃശ്യജാലങ്ങളെല്ലാം അറിവിൻ്റെ വിവിധ രൂപങ്ങളല്ലാതെ മറ്റൊന്നുമില്ല. ദൈവദശകത്തില് നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകും ആര്യനുമെന്ന് ഗുരു മായയുടെ പ്രവർത്തനങ്ങളെ മായാവിയുടെ ഇന്ദ്രജാല പ്രകടനമായി കാണുന്നു. മായാവിയിൽ തന്നെയുള്ള മാന്ത്രിക ശക്തിയാണ്, ആ മാജിക്കൽ പവറാണ് മായാജാല പ്രകടനങ്ങളായിട്ട് നാം കാണുന്നത്. മാന്ത്രികൻ ആ ശക്തിയെ തന്നിൽ തന്നെ ഒതുക്കുമ്പോൾ കണ്ടതെല്ലാം ഇല്ലാത്തതായിരുന്നു എന്ന് നമ്മൾ അറിയുന്നു. ആത്മോപദേശ ശതകത്തിലും 27ാമത്തെ പദ്യത്തിൽ ഇരുളിലിരുന്നറിയുന്നതാകും ആത്മാ അറിവതു താനധ നാമരൂപമായും കരണമോടിന്ദ്രിയ കർത്തൃകർമ്മമായും വരുവത് കാണുക മഹേന്ദ്രജാലമെല്ലാം. ആത്മാവാകുന്ന അറിവ് തന്നെയാണ് നാമരൂപാദികളായും അന്ധകരണമായും ഇന്ദ്രിയങ്ങളായും കർത്താവ്, കർമ്മം എന്നിവയായും വരുന്നത്. അതിനാൽ തന്നെ മഹേന്ദ്രജാലമാണ് എല്ലാം എന്ന് ഗുരു അത്ഭുതപ്പെടുന്നു. സ്വന്തം വൈഭവം പ്രകടമാക്കി അതിൽ ലസിക്കലാണ് ഉല്ലാസം. അറിവ് അതിൻ്റെ പ്രഭാവം പ്രകടമാക്കി അതിൽ തന്നെ ലസിക്കുന്നു. അതുകൊണ്ട് അറിവില്ലാതെ ഇല്ല. മൂടുപടം മാറ്റി സത്യത്തെ ദർശിച്ച ജ്ഞാനി എന്ന നിലയ്ക്ക് ഗുരു സംശയലേശമെന്നെ ഉറപ്പിച്ചു പറയുകയാണ്. മായാ മൂടുപടം മാറ്റി സത്യത്തെ ദർശിച്ച ജ്ഞാനി എന്ന സ്വന്തം അനുഭവം കൊണ്ട് തന്നെ ഈ സത്യം പ്രഖ്യാപിക്കാൻ ഗുരു അധികാരിയാണ്. ഇല്ലാതെ മായയിടും ഒന്നായ മാമതിയായ നീയാണ് ഏക സത്യം. രണ്ടാമതൊരു സത്യമില്ല. ഈ ബോധത്തിൽ തന്നെയാണ് അനേകതരം അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. അതായത് ഒരു ബോധസത്ത് തന്നെ അനേകം അനുഭവങ്ങളായി ഉരുത്തിരിയുന്നു. അങ്ങനെ നാനാതരം അനുഭവങ്ങളായി ഉരുത്തിരിയുന്നതിന് ഏകമായ ബോധത്തിലുള്ള ശക്തിയാണ് മായ. അത് പ്രത്യേകം ഒരു സത്യമല്ല. തീക്ക് ചൂടെന്ന പോലെ ഏകമായ അറിവിലുള്ള ക്രിയാശക്തിയാണ്. ആ മായയാണ് അവ്യക്തമായ സത്യത്തെ വ്യക്തരൂപമുള്ള പലതായി പരത്തി കാണിക്കുന്നത്. സ്വർണത്തിന് ആഭരണമായി തീരാനുള്ള കഴിവുണ്ട്. അതുപോലെ നീയാകുന്ന ബോധസത്തയിൽ ഞാനും ഞാനല്ലാത്തതും ഒക്കെ രൂപം പൂണ്ടു വരാനുള്ള ഒരു അനിർവചനീയമായ കഴിവുണ്ട്. അതാണ് മായ. മായാവി കാണിക്കുന്ന ഇന്ദ്രജാലം പോലെയാണ് നിന്റെ മായ. സ്വർണത്തിന് അതിൻ്റെതായ രൂപമില്ല. ഏത് രൂപം കൊടുക്കുന്നോ ആ രൂപത്തിൽ അത് ലസിക്കും, പ്രകടമായിട്ട് പ്രകാശിക്കും. അതുതന്നെയാണ് നിന്റെയും സ്ഥിതി. കേവല ചിന്മാത്രമായ നിനക്ക് ഒരു രൂപമില്ല. എന്നാൽ ഏത് രൂപവും എടുക്കാനുള്ള മായാവൈഭവം നിനക്കുണ്ട്. ഏത് രൂപം എടുക്കുന്നോ ആ രൂപത്തിൽ നീ ലസിച്ചുകൊണ്ടിരിക്കുന്നു. ഉല്ലാസം.
സ്വന്തം വൈഭവം പ്രകടമാക്കി അതിൽ ഉല്ലസിക്കുകയും ചെയ്യുന്നു. നിന്റെ ഉല്ലാസത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഞങ്ങളെല്ലാം ഉള്ളത്. അനിലനും കല്ലാഴിയും കനലുമല്ലാതെ ശൂന്യമതും എല്ലാം ഒരാദി അറിവാം എന്നിങ്ങനെ പഞ്ചഭൂതങ്ങളെല്ലാം ഈ ആദിയറിവ് തന്നെയാണ് എന്ന് ഗുരു പറയുന്നു. അനിലൻ, വായു, കല്ലും ആഴിയും ചേർത്ത് കല്ലാഴി എന്നൊരു പുതിയ വാക്ക് ഗുരു ഉണ്ടായിരിക്കുന്നത്. കല്ല് ഭൂമിയാണ്, ഭൂമിയിലാണ് കല്ലുണ്ടാകുക, അതിനാൽ കല്ല് ഭൂമി എന്ന ഭൂതം. ആഴി സമുദ്രമാണ്, അത് ജലം എന്ന ഭൂതം. കനല് അഗ്നി, അല്ലാതെ ശൂന്യം, ഇതൊന്നുമല്ലാതെ ശൂന്യതയായിരിക്കുന്ന ആകാശം എന്നിങ്ങനെ 5 ഭൂതങ്ങളും പഞ്ചഭൂതങ്ങളും അറിവ് തന്നെയാണ്. പരമകാരണമായ അറിവിൽ നിന്നാണ് പഞ്ചഭൂതങ്ങളാകുന്ന തന്മാത്രകളും ആയതിൻ്റെ പഞ്ചീകരണം കൊണ്ട് ഈ പ്രപഞ്ചവും ഉണ്ടായത്. പഞ്ചഭൂതങ്ങൾ തുടങ്ങി എല്ലാം എന്നുകൂടി ഗുരു ചേർക്കുന്നുണ്ട്. അനിലനും കല്ലാഴിയും കനലുമല്ലാതെ ശൂന്യം, അതും എല്ലാം ഒരാദി അറിവാം. ഈ എല്ലാം എന്നാൽ പഞ്ചഭൂത സംഘാതമായ മറ്റല്ല, സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളും പഞ്ചപ്രാണങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും എന്നല്ല. ഈ അണ്ടകടാഹങ്ങളെല്ലാം തന്നെ ആദിമമായ ആ ഒരറിവാണ്. എന്ന് വെച്ചാൽ ഒന്നായ മാമതി തന്നെയാണ് എന്നർത്ഥം. ഈ ജ്ഞാനത്തിൻ്റെ ലാഘവം, തല്ലാഘവം പറയുകയാണെങ്കിൽ ആരണങ്ങളും ഇല്ല തന്നെ. ആരണം എന്നാൽ വേദങ്ങളിലെ മന്ത്രസംഹിതാ ഭാഗമാണ്. ഈ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് നടത്തേണ്ടുന്ന യാഗാദി കർമ്മങ്ങളാണ് ക്രിയകൾ. ജ്ഞാനത്തിൻ്റെ ലാഘവവും ലാളിത്യവും പറയുകയാണെങ്കിൽ പിന്നെ മന്ത്രങ്ങളുടെയോ തന്ത്രങ്ങളുടെയോ ഒന്നും ആവശ്യമില്ല. യോഗം, ഭക്തി, കർമ്മം, ജ്ഞാനം എന്നിങ്ങനെ സത്യസാക്ഷാത്കാരത്തിന് വിവിധ മാർഗങ്ങളുണ്ട്. ജ്ഞാനത്തെ പോലെ ഋജുവായ മാർഗങ്ങളല്ല അതൊന്നും തന്നെ. യാഗം, യജ്ഞം, ഹോമം തുടങ്ങിയ കർമ്മങ്ങളെ കൊണ്ടോ വിവിധതരം യോഗാസനങ്ങളെ കൊണ്ടോ ഒന്നായ മാമതിയെ അറിയാൻ എളുപ്പമല്ല. അതിനുള്ള ഏറ്റവും ലാഘവത്തോടു കൂടിയ മാർഗം ജ്ഞാനമാണ്. അറിവല്ലാതെ മറ്റൊന്നുമില്ല എന്ന അറിവുണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് വേറെ ഒന്നിൻ്റെയും ഭക്തി കർമ്മങ്ങളുടെ ഒന്നും ആവശ്യമില്ല. യാഗാദികൾ നടത്തുകയാണെങ്കിലും കർത്താവ്, സാധന, ദേവത, മന്ത്രം, ഋത്വിക്കുകൾ എന്നിങ്ങനെ പലതിനെയും ആശ്രയിക്കേണ്ട. ഭക്തിക്കും നാനാ മാർഗങ്ങളുണ്ട്. പക്ഷേ ജ്ഞാനം ഒന്നു മാത്രമാണ് മറ്റൊന്നിനെയും ആശ്രയിക്കാത്തത്. ഭഗവത്ഗീതയിൽ ജ്ഞാന കർമ്മ സന്യാസ യോഗത്തില് ജ്ഞാനത്തിന്റെ ശ്രേഷ്ഠതയെ ഭഗവാൻ ഇപ്രകാരം വ്യക്തമാക്കുന്നു. ദ്രവ്യമയമായ യജ്ഞത്തെക്കാൾ ജ്ഞാനമയമായ യജ്ഞമാണ് ശ്രേഷ്ഠം. സർവകർമ്മങ്ങളും ഒടുവിൽ ചെന്ന് ചേരുന്നത് ജ്ഞാനത്തിലാണ്. ആ ജ്ഞാനമുണ്ടായാൽ പിന്നീട് അർജുനനുണ്ടായ പോലെയുള്ള മനസ്സംഭ്രമം ഉണ്ടാവുകയില്ല. എത്ര വലിയ പാപിയായിരുന്നാലും ഈ പാപസഞ്ചയത്തെ ജ്ഞാനമാകുന്ന തോണി കൊണ്ട് അതിൻ്റെ മറുകര കടക്കാൻ കഴിയും. ജ്വലിക്കുന്ന വിറകുകൊള്ളികളെ എപ്രകാരം അഗ്നി എരിക്കുന്നുവോ അതുപോലെ ജ്ഞാനാഗ്നിയിൽ എല്ലാ കർമ്മങ്ങളും എരിഞ്ഞു തീരുന്നു. ജ്ഞാനാഗ്നി സർവകർമാണാം ഭസ്മസാത് കുരുതേ എന്ന് പറഞ്ഞ ശേഷം ജ്ഞാനത്തിൻ്റെ മഹിമയെ ഗുരു ഇപ്രകാരം വ്യക്തമാക്കുന്നു. ജ്ഞാനത്തിൻ്റെ മഹിമയെ ഭഗവത്ഗീതയില് ഇപ്രകാരം വ്യക്തമാക്കുന്നു. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തത് സ്വയം യോഗസംസിദ്ധ കാലേനാത്മനി വിന്ദതി. ലോകത്തിൽ ജ്ഞാനം പോലെ വിശിഷ്ടമായി മറ്റൊന്നില്ല. കർമ്മയോഗത്താൽ സിദ്ധിയെ പ്രാപിച്ചവനായാലും കാലക്രമത്തിൽ ജ്ഞാനത്തെ തൻ്റേതാക്കുന്നു. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തൽപര സംയതേന്ദ്രിയ ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തി മജിരേനാധിഗച്ഛതി. ശ്രദ്ധയോടുകൂടിയവനും താല്പര്യമുള്ളവനും ഇന്ദ്രിയങ്ങളെ കീഴടക്കിയവനുമായവൻ ജ്ഞാനം നേടിയിട്ട് ഉത്കൃഷ്ടമായ ശാന്തിയെ ഉടൻ തന്നെ പ്രാപിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ ശാന്തിയെ പ്രാപിക്കാൻ ജ്ഞാനം തന്നെയാണ് ഏറ്റവും എളുപ്പമുള്ള വഴി എന്നാണ് ഗുരുവിൻ്റെയും അഭിപ്രായം. മല്ലാടുകില്ല മതി എന്നാൽ ബുദ്ധി മല്ലാടുകയില്ല എന്നർത്ഥം. ആത്മജ്ഞാനം ലഭിച്ചവനെ സംബന്ധിച്ച് പിന്നെ തർക്കങ്ങളോ
കുതർക്കങ്ങളോ ഇല്ല. അത് വേണോ ഇത് വേണോ, അതാണോ ശരി ഇതാണോ ശരി എന്ന തരത്തിൽ ബുദ്ധി പിന്നെ ചാഞ്ചാടുകയില്ല. ശാന്തിയിൽ അമർന്ന് അനന്തസ്വരൂപമായിരിക്കുന്ന ജ്ഞാനിയെ സംബന്ധിച്ച് വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ല. എല്ലാവരും അന്വേഷിക്കുന്ന ആനന്ദം ജ്ഞാനിക്ക് വളരെ എളുപ്പം കരഗതമാകുന്നു. ഈ സല്ലാപം ഒന്നു മാത്രമാണ് ജനനിയോട് അർത്ഥിക്കാനുള്ളത്. അതാണ് ഈ സല്ലാപം ഒന്നു മതി എന്ന് പറഞ്ഞുകൊണ്ട് ഗുരു നിർത്തുന്നത്. സല്ലാപം ഒന്നു മതി. അമ്മേ, ഈ സത്തിനെ മാത്രം എനിക്ക് ലഭിച്ചാൽ മതി. അതുതന്നെയാണ് എൻ്റെ ജീവിത സാഫല്യം. സകലതിനും സത്യമായിരിക്കുന്നത്, സത്തായിരിക്കുന്നത് അറിവാണ്, അതായത് ചിത്താണ്. അങ്ങനെ ചിത്തിനെ തന്നെ സത്തായി കണ്ടെത്തുവാൻ കഴിയുമ്പോൾ ജീവിതം സഫലമായി, ആനന്ദം സാക്ഷാത്കൃതമായി. സത്ത് ചിത്തായിരിക്കുന്നു, ചിത്ത് ആനന്ദമായിരിക്കുന്നു. ഈ സച്ചിദാനന്ദ സാക്ഷാത്കാരം തന്നെയാണ് പരമഗതി. ആരണം ക്രിയകൾ എന്നാൽ എന്താണ്? വേദത്തിലെ കർമ്മകാണ്ഡമാണ് ആരണം ക്രിയകൾ, യാഗം, ഹോമം മുതലായവ. മല്ലാടുകില്ല മതി എന്നതിൽ അർത്ഥമാക്കുന്നത് അറിവിൻ്റെ സ്വരൂപം വെളിപ്പെട്ട് കിട്ടുമ്പോൾ ബുദ്ധിക്ക് ചാഞ്ചാട്ടം ഉണ്ടാകില്ല. അവിടെ ആരണം ക്രിയകൾക്കും പ്രസക്തിയില്ല. ഈ സല്ലാഭം ഒന്നു മതി എന്ന് പറയുന്ന ആ ലാഭം എന്താണ്? അറിവിൻ്റെ സ്വരൂപമായ അമ്മയിൽ എത്തുകയെന്ന ലാഭം. എല്ലാവരും തിരയുന്നത് എന്തിനെയാണ്? ഉല്ലാഘബോധജനനിയെ. ഉല്ലാഘബോധജനനി എന്നത് ആരാണ്? അറിവിൻ്റെ ഉറവിടമായ അമ്മ. അപ്പൊ ഈ പ്രപഞ്ചവും പഞ്ചഭൂതങ്ങളും എല്ലാം മായ ഉണ്ടാക്കുന്ന തോന്നൽ മാത്രമാണ്. ഇവയെല്ലാം ആദിമസത്തയായ ജനനിയിൽ നിന്നുണ്ടായി വന്നത് മാത്രമാണ്. യഥാർത്ഥത്തിൽ ഉള്ളത് ജനനി മാത്രമാണ്. വേദത്തിലെ കർമ്മകാണ്ഡമാണ് ആരണം ക്രിയകൾ. ഇവയിലെ ഹോമം, യാഗം ഇവ പ്രാധാന്യം അറിയും. എന്നാൽ ഗുരു ഇവിടെ പറയുന്നു, ഹോമം, യാഗം പോലുള്ള വൈദിക കർമ്മങ്ങളൊന്നും അറിവിനെ അറിഞ്ഞവന് ചെയ്യേണ്ടതില്ല. ആദിമസത്തയായ ജനനിയോട് ചേരുകയെന്ന ഒരേ ഒരു ലാഭം മാത്രമാണ് എല്ലാ ആളുകളുടെയും ജീവിതത്തിൻ്റെ ലക്ഷ്യം. ആകയാൽ അമ്മയെ മാത്രം ലക്ഷ്യമാക്കി നീങ്ങുന്നവർക്ക് സമയവും സമ്പത്തും ചെലവഴിച്ചുള്ള ആരണം ക്രിയകളുടെ ആവശ്യകത നിലനിൽക്കുന്നില്ല. എല്ലാം ഒരു ആദ്യ അറിവാമെന്ന് ഭഗവാൻ പറയുമ്പോൾ എല്ലാ പ്രപഞ്ച പ്രതിഭാസങ്ങളും അദ്വൈത സത്തയിൽ സ്വപ്നം പോലെ മായാസങ്കല്പ നിർമ്മിതങ്ങളാണെന്നും പൂർണ്ണസത്യം അനാവൃതമാകുമ്പോൾ അത് മാത്രമേ അവശേഷിക്കുള്ളൂ എന്നും ഗുരുദേവൻ അദ്വൈത ദീപികയിൽ അനുഭൂതിയുടെ ഉത്കടതയോടെ പ്രതിപാദിക്കുന്നുണ്ട്. പേരായിരം പ്രതിഭ ആയിരമിങ്ങിവറ്റിൽ ആരാലെഴും വിഷയം ആയിരമാം പ്രപഞ്ചം ഓരായിൽ നേരിത് കിനാവുണരും വരേക്കും നേരാമുണർന്നളവുണർന്നവനാം അശേഷം. ആയിരമായിരം പേരുകളും അവയോട് ചേർന്നുണ്ടാകുന്ന സങ്കല്പങ്ങളും അവയിൽ കൂടി ബന്ധപ്പെടുന്ന ബാഹ്യപദാർത്ഥങ്ങളും ഇതാണ് പ്രപഞ്ചം. നിത്യമേത് അനിത്യമേത് എന്ന് ചിന്തിക്കാത്ത ആ മഠയന് ഇതെല്ലാം ഉള്ളതാണ്. ഉണരുന്നത് വരെ ഈ സ്വപ്നം ഉള്ളതുപോലെ തുടരുന്നു. ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ആ സത്യം മാത്രം. ഇനി ഉണർന്നനുഭവിക്കുന്ന ആ പൂർണ്ണ സത്യത്തിലെ അനുഭവ രസം എന്താണ്? താൻ തന്നെ വ്യക്തമായും അനുഭവിച്ചുകൊണ്ട് പ്രസ്തുത ആ പദ്യത്തിന്റെ തന്നെ ഉത്തരാർത്ഥത്തിൽ ഗുരുദേവൻ പറയുന്നു, സത്യത്തെ അറിയുന്നതോടെ സംസാര ഭാരങ്ങളെല്ലാം ഒടുങ്ങുന്നു. തല്ലാഘവം, സംസാര ദുഃഖം മുഴുവൻ ഒഴിഞ്ഞകലുന്ന സത്യസ്ഥിതിയിലെ ശാന്തി അത് വർണ്ണനാതീതമാണ്. മതമാത്സര്യങ്ങൾക്കൊന്നും അവിടെ യാതൊരു സ്ഥാനവുമില്ല. സർവം ബ്രഹ്മമായി കാണുന്ന സത്യദർശി ആരോട് എന്തിന് മത്സരിക്കാനാണ്? മാന അപമാനങ്ങൾക്ക് അതീതമായി സർവത്ര സമബുദ്ധി കൈവരിക്കുന്നതാണ് സത്യനിഷ്ഠ. ഗീതയിൽ പറയുന്നു, ബ്രാഹ്മണേ ഗവി ഹസ്തിനി ശുനി ജൈവ സ്വഭാഗേജ പണ്ഡിതാ സമദർശിന. വിദ്യാവിനയ സമ്പന്നനായ ബ്രാഹ്മണനിലും പശുവിലും ആനയിലും പട്ടിയിലും പറയനിലും ബ്രഹ്മജ്ഞാനി സമദർശിയായിരിക്കും. അതുകൊണ്ട് ബ്രഹ്മജ്ഞാനിയുടെ മനസ്സിൽ
മതമാത്സര്യങ്ങൾക്ക് സ്ഥാനമേ ഉണ്ടായിരിക്കുന്നില്ല. ഈ സത്യാനുഭൂതി രഹസ്യമാണ് ഇല്ല ആരണം എന്ന 2 ചെറിയ പദങ്ങളിൽ ഗുരുദേവൻ പ്രകടമാക്കിയിരിക്കുന്നത്. മതി മല്ലാടുകില്ല. ഇവിടെ ക്രിയകളില്ല എന്നർത്ഥം അല്ലെ. സത്യം സാക്ഷാത്കരിച്ച ആൾക്കും ക്രിയകൾ നിശേഷം ഉപേക്ഷിക്കാനായിട്ട് സാധ്യമല്ല. നഹി ദേഹവൃതാശക്യ തെക്തും കർമാണ്യശേഷത. ശരീരമുള്ളിടത്തോളം കർമ്മങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ പറ്റുകയില്ലെന്ന് ഭഗവാൻ ഗീതയിലും പ്രഖ്യാപിക്കുന്നുണ്ട്. ശരീരമുള്ളിടത്തോളം പ്രാരാബ്ധ കർമ്മം നിലനിൽക്കും. പക്ഷേ ശരീരം എന്തൊക്കെ ചെയ്താലും സത്യം കണ്ട തപസ്സിയുടെ മനസ്സ് ആ കർമ്മങ്ങളുടെ കുടുക്കിൽപ്പെട്ടുഴലാൻ ഇടവരുന്നില്ല. ഗീതയില് ഭഗവാൻ ലോകത്തിന് നൽകുന്ന ഏറ്റവും മികച്ച സന്ദേശമാണിത്. ഏറ്റവും പരമമായ ആ അറിവിനെ അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ആരണം ക്രിയകൾക്കൊന്നും യാഗ ഹോമാദികൾക്കൊന്നും പ്രസക്തിയില്ല. ഉല്ലാഘബോധജനനിയായ അമ്മയോട് ആ പരമമായ സത്യത്തെ അറിയുവാനുള്ള അനുഗ്രഹം തരണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ അക്ഷരമലരികൾ അത്രയും അർച്ചനാ കുസുമങ്ങളായി ശരദാംബയുടെയും പരമാചാര്യൻ്റെയും പാദകമലങ്ങളിലേക്ക് സവിനയം സമർപ്പിക്കുന്നു. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. നന്ദി, നമസ്കാരം.